ഇതാണ് വിഷുക്കട്ട. എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയുമെന്നറിയില്ല. എന്തായാലും തൃശ്ശൂരുകാർക്ക് കുറേ പേർക്ക് എന്തായാലും അറിയായിരിക്കും. വിഷുവിൻ്റെ അന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുവിധം വീട്ടിലൊക്കെ ഇതായിരിക്കും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ ഇതുണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന അരി നെല്ലുത്തരി, പുഴുക്കല്ലരി അങ്ങനെയൊക്കെയാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. ഇവിടെ നിന്ന് ഞാൻ വാങ്ങിയത് റെഡ് റോ റൈസ് എന്ന് പറഞ്ഞിട്ടാണ്. ഇതുണ്ടാക്കാനായിട്ട് 2ാം പാൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരി ഇടുക, ആവശ്യത്തിന് ഉപ്പിടുക. നന്നായിട്ട് കുറുകി വരുന്ന വരെ ഇളക്കി നിൽക്കണം. എൻ്റെ വീട്ടിൽ വിഷുവിന് ബാക്കി എല്ലാ പണിയും അമ്മയാണ് ചെയ്യാന്നുണ്ടെങ്കിലും ഈ വിഷുക്കട്ട ഉണ്ടാക്കുന്ന പരിപാടി എൻ്റെ അച്ഛനാണ് ചെയ്യാറ്. അത്യാവശ്യം ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം കൂടെ ചേർക്കാം. എന്നിട്ട് 1ാം പാൽ ഒഴിക്കുക, വീണ്ടും ഇളക്കിക്കൊണ്ടേയിരിക്കുക. അത്യാവശ്യം കുറുകിയിട്ട് പാനീന്ന് വിട്ട് വരുന്ന രീതിക്കാവണം. ശരിക്കും എൻ്റെ വീട്ടിലൊക്കെ ഇത് ഉരുളിയിലാണ് ഉണ്ടാക്കാറ്. നന്നായി കുറുകിയിട്ട് കട്ടയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൽ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. കുറച്ച് ടൈം ഇരുന്ന് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റായി കിട്ടും. അപ്പം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് പീസുകളായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇത് ശരിക്കും ഏലക്കായൊക്കെ ഇട്ട് ശർക്കരപ്പാനിയുടെ കൂടെയാണ് കഴിക്കുക. പക്ഷേ എനിക്കിഷ്ടത് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനായിട്ടാണ്. അത് ശരിക്കും ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഈ വിഷുവിന് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണേ.